அப்போ இந்தியாவில் உயிரோடு இருக்கிற ஒரே ஒரு கிராண்ட் சார். 2 பேர், ஒன்று நான், என் மகன் வெற்றி. இஸ் ஆல்சோ எ கிராண்ட் சன். உலகத்திலேயே மிகப்பெரிய வெற்றிக்காரன். ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും യൂപിഎസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് അടുത്തൊരു ടൂർണമെൻറ്റ് ഗെയിം പ്ലേ ആയിട്ടാട്ടോ. അപ്പോൾ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു ടൂർണമെൻറ്റ് ഗെയിം പ്ലേ ചെയ്യണത്. അപ്പോൾ നമ്മൾ കളിക്കാൻ പോകുന്നത് നമ്മുടെ ഡ്രാഗൺ ക്രൗൺ ചാമ്പ്യൻഷിപ്പാണ്. നമ്മുടെ IF-ൻ്റെ കീഴിൽ തന്നെയാണിത്. നമ്മളിപ്പോൾ സ്പാർട്ടൻസിന് വേണ്ടിയിട്ട് കളിക്കുന്നത്. അപ്പോൾ നമുക്ക് എതിരാളികൾ വന്നിരിക്കുന്നത് TSK ആട്ടോ. സോ TSK അമലാണ്. സോ ചെക്കൻ്റെ സ്കോഡും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. റാങ്കിങ് കാണിച്ചു തരാം ജസ്റ്റ്. സോ റാങ്ക് 772. പൊന്നളിയാ, കുറേ ആൾക്ക് ശേഷം വന്നത് ഇങ്ങനൊരു പുള്ളിയായി പോയല്ലോ. അപ്പോൾ എന്തായാലും ഒരു ടൈറ്റ് കളി തന്നെ വിചാരിക്കാം. അയച്ചാൽ നമുക്ക് സിമ്പിളാവില്ല. എന്തായാലും ഒട്ടാണ്ടിരുന്നാൽ മതി, അത്രേ ഉള്ളൂ. എന്തായാലും ജയിക്കാൻ വേണ്ടിയിട്ട് കളിക്കുള്ളൂ, അത്രേ ഉള്ളൂ. സോ സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്തായാലും. അപ്പോൾ കുറേ 3-4 മാസമായി ടൂർണമെൻറ്റ് കളിച്ചിട്ട്. ഇപ്പോൾ അതിനുശേഷം ഇത് എപ്പോഴാണ് കളിക്കുന്നത്. ഇപ്പോൾ ഇത് ഡ്രാഗൺ ക്രൗൺ ചാമ്പ്യൻഷിപ്പ് നമ്മുടെ IEFF-ൻ്റെ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ, അതിൻ്റെ കീഴിൽ വരണ തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഇന്നത്തെ ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ എന്താവുമെന്ന്. TSK അമൽ, TSK ടെസ്റ്റ് കേസ് അറിയാലോ, നല്ല ക്ലാനാ. അപ്പോൾ ഓക്കെ ഗൈസ്, ജേഴ്സി ഇത് മതി, ജേഴ്സി എൻജോയ് വേണ്ട. റൊണാൾഡോ ഫോം ഔട്ടോ. റൂമി വരട്ടെ. നെഡ്വേഡ് ഫോം ഔട്ടാണ്. നെയ്മറിന് കൊണ്ടുവന്നാലോ. നെയ്മർ മതിയില്ലേ? നെയ്മറിനുണ്ടോ ഗൈസ്? ഓക്കെ, നെയ്മർ വരട്ടെ. ഓപ്പോ കുഴപ്പമില്ല. അഡ്രിയാനോ, സുവാരസ്, F2P തോന്നുന്നുണ്ട്. F2P ആണ്, ഇടയ്ക്ക് പൊട്ടിച്ചിട്ടുണ്ടാവും. എന്തായാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്ലെയറിനെ തോന്നുന്നുണ്ട്. കാരണം 722 റാങ്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല കളിയാവുമല്ലോ. സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട്, നോക്കി നോക്കാം. ഓക്കെ ഗൈസ്, അവൻ്റെ ടച്ചാണ്. പിർലോ, ഫേക്ക് തന്നെ കേട്ടോ ഫസ്റ്റ് ടൈം തന്നെ. അഡ്രിയാനോ ആൻഡ് സുവാരസ്. അഡ്രിയാനോ ഓക്കെ, നമ്മളെടുത്തിട്ടുണ്ട്. നഗോട്ടോമോ, മിസ്പാസ്. ഫസ്റ്റ് ടൈം മിസ്പാസ് ഉണ്ട്. സുവാരസ് ആൻഡ് അഡ്രിയാനോ. ആദ്യം തന്നെ നല്ലൊരു വെടി കിട്ടിയിട്ടുണ്ട് ഗൈസ്. 1-0. 1 മിനിറ്റ് ആയില്ല തോന്നുന്നുണ്ട്. 4 മിനിറ്റ് ആയി, മനസ്സിലായില്ല എനിക്ക്. എന്തായാലും തിരിച്ചടിച്ച വെച്ചു. റുമി ടേൺ, നൈസ് വൺ. പിർലോ ഇന്റർസെപ്റ്റ് ചെയ്ത്. പിർലോ തുടക്കം എന്തായാലും ഗംഭീരമുണ്ട് കേട്ടോ. അടി പറഞ്ഞാൽ വെടിച്ചില്ല അടി. അഡ്രിയാനോ നമുക്ക് അറിയാലോ. ഓക്കെ, സുവാരസ് ഫേക്ക് ഇട്ടിട്ടാ കയറിട്ടോ ഫുള്ള്. സുവാരസ് എടോ വാറും അടിച്ചു പോയി, രക്ഷപ്പെട്ട് ഗൈസ്. കുറച്ച് മിസ്പാസ് വരല്ലേ. ആൻഡ് സുവാരസ്, ക്രൂയിഫ് ഫേക്കാട്ടോ ഫുള്ള്. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അഡ്രിയാൻ ക്ലിയർ. ഓക്കെ, ബഫൺ എടുത്തിട്ടുണ്ട്. ഹെഡ് ചെയ്ത എംബാപ്പെ ആൻഡ് നെയ്മർ ടു പിർലോ. പാസ്. ഹെവി ആണല്ലോ കുറച്ച്. അഡ്രിയാനോ ആൻഡ് ബക്കോയോ സാക്ക. അഡ്രിയാനോ സാക്ക. ഓക്കെ, ഭാഗ്യം കൈസ്, രക്ഷപ്പെട്ടു. നെയ്മർ ഓക്കെ, നെയ്മർ വിട്ടേറിനിട്ടോ. അവൻ പിന്നാലെ ഓടിക്കണ്ടേ. ഓക്കെ, എംബാപ്പെ. എന്ത് കോസ്റ്റോട് സിമ്പിളായിട്ടാണല്ലോ ഷോട്ട് എംബാപ്പിനെ എടുക്കുന്നത്. സലീബ ആൻഡ് പിർലോ ടു മെസ്സി ടു നെയ്മർക്ക് എത്തി. രക്ഷേ, വീണ്ടും അൺവാണ്ടഡ് പാസസാ ഫുള്ള്. സാക്ക, ക്രൂയിഫ് ആൻഡ് അളിയ സുവാരസ് ആൻഡ് ക്രൂയിഫ്. 20 മിനിറ്റ് നമുക്ക് 2-0 തൊള്ളയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്താ ഇപ്പോൾ ഉണ്ടായേ? തിരിച്ചടിച്ച് വെച്ചോ. തമാശക്കളിയെല്ലാം മുത്തേ. അയ്യോ, പണി വാളല്ലേ. മെസ്സി ഡബിൾ ടച്ച് അടിപ്പിച്ച് നോക്കാം. ഓൻ നന്നായി മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഗൈസ്. ചില്ലറ കളി നടക്കില്ല അവൻ്റെ അടുത്ത്. പിർലോ ആൻഡ് ഇറ്റ്സ് അഡ്രിയാനോ. സുവാരസ്. ഓക്കെ, സലീബ എടുത്തിട്ടുണ്ട്. സലീബ ടു മെസ്സി. ഓക്കെ, എന്തായാലും നമ്മൾ എടുത്തു. നഗോട്ടോമ ആൻഡ് ഇറ്റ്സ് നെയ്മർ ഫേക്ക്. ഓക്കെ, റോൾ ഓവർ, നൈസ് വൺ. അവൻ കിട്ടില്ല മാർക്കിങ് കേട്ടോ, ഒരു രക്ഷയില്ല. ടോപ്പ് കളി. ബക്കോയോ സാക്ക. ഫേക്ക് ഇട്ട് കയറണട്ടോ. സാക്ക. അയ്യോ, പിടിച്ചേർന്നു. വെറുതെ ക്ലിയർ ചെയ്യാൻ ത്രൂ തള്ളാം. ഫുൾ മിസ് പാസ് ആണല്ലോ. അഡ്രിയാനോ ഡബിൾ. ഭാഗ്യം. ഹെഡി മെസ്സി. ഫുൾ ഓനാട്ടോ വിൻ ചെയ്യണത്. ഒന്നും ചെയ്യാൻ പറ്റണില്ല. അളിയ സുവാരസ്.
മൂന്നാമത്തെ ഇപ്പം കയറിയായിരുന്നു. എന്തായാലും എസ്കേപ്പ് ആയിണ്ടായിന്ന്. ദൈവമേ എവിടെ വരുത്തുന്നാവോ ഇത്. എംബാപ്പെ എഡി, നെയ്മർ ആൻഡ് പിർലോ, ത്രൂ ബോൾ ടു നഗോട്ടോമ ക്രോസ്. ഏഷ്യ സ്പ്രിന്റ് വന്നില്ല, സ്പ്രിന്റ് അമർത്തിയായിരുന്നു. സ്പ്രിന്റ് വന്നില്ല, സ്പ്രിന്റ് ആയിട്ട് ക്രോസ് ഇടായിരുന്നു പ്ലാൻ. ബട്ട് അപ്പോഴേക്കും ഏർലിയർ ക്രോസ് വന്നു മൂപ്പരേന്ന്. ആ പ്ലേ സ്റ്റൈൽ ഉണ്ട് മൂപ്പരക്ക്. അതാ നെയ്മർ. ഞാൻ ഓൻ അങ്ങോട്ട് മൂവ്മെന്റ് എടുക്കാൻ വെച്ചു. ബട്ട് ഓൻ മാച്ചപ്പ് പെടായിട്ട് കളിക്കുന്നുണ്ട്. അല്ല അത് ഡയറക്റ്റ് ബോളാട്ടോ, വേറെ കാര്യം. എൻ്റെ അളിയ ക്രൂയിഫ് അടുത്തുണ്ട് ഭാഗ്യം. റൂമി ത്രൂ ബോൾ ടു മെസ്സി, സ്പ്രിൻറ്റി മെസ്സി. ഒന്നും നടക്കില്ല കേട്ടോ. നെസ്റ്റൊക്കെ വലിച്ചിട്ടുണ്ട് പിന്നെ ഗൈസ്. അപ്പോൾ ഹാഫ് ടൈം ആയപ്പോൾ 2-0 അവന് ശക്തമായൊരു മുൻതൂക്കമാണ്. 5 ഷോട്ട് 4 ടാർഗറ്റ്. എനിക്ക് ഒരു ഷോട്ട് പോലും ഇല്ല. അത്ര കീടം കളിയാണ് ഞാൻ കളിച്ചിരിക്കുന്നത് ഫസ്റ്റ് ഹാഫിൽ. അളിയാ എൻ്റെ അളിയാ സെക്കൻഡ് ഹാഫ് നോക്കാൻ ഇനി അല്ലാണ്ട് ഇപ്പം എന്താ പറയാലേ. എടാ കളി ഭയങ്കര മോശമായിക്കണല്ലേ. ലൈവൊക്കെ ഇട്ടൊന്ന് പവറാക്കണം. ലൈവ് ഇട്ടിപ്പോൾ കുറച്ചായി. വേൾഡ് കപ്പ് തുടങ്ങി പിന്നെ ലൈവ് ഇട്ടില്ല. ഇനി വേൾഡ് കപ്പ് എന്തായാലും നാളെ തൊട്ട് ലൈവ് ഇടണം. ഇത് ശരിയാവില്ല. ഇങ്ങനെ ഒരു ദിവസം അടി കൊണ്ടപ്പോഴാണ് ഞാൻ വീണ്ടും ലൈവ് തുടങ്ങിയത്. അതാണ് ആകേശമായിട്ട് എത്ര 5-0 4-0 എത്രയൊക്കെ ഉണ്ടപ്പോൾ. നാളെ ഇനി ഇട്ട് തുടങ്ങണം. ഓക്കെ റൂമിനിങ് ആൻഡ് വിയേറ, പിർലോ, ലോഫ്റ്റ് എംബാപ്പെ. ഓൻ അവിടെ ഇന്റർസെപ്ഷൻ കേട്ടോ. ക്രൂയിഫ്. അളിയാ അഡ്രിയാനോ, നൈസ് ടാക്കിൾ. ടാക്കിൾ. നെയ്മർ പാസ് ടു പിർലോ. എടാ ഇവൻ മാച്ചപ്പ് നിർത്തലാക്കാറുണ്ട്. എനിക്ക് തീരെ ഇഷ്ടമല്ല. എൻ്റെ അളിയ സുവാരസ് ഭാഗ്യം. അവൻ വരുന്നു അടിക്കുന്നു. ഞാൻ സേവ് ഇടുന്നു അല്ലെങ്കിൽ ബ്ലോക്ക് ഇടുന്നു. നമ്മൾ അങ്ങോട്ടൊന്നും ഇല്ല ഇതുവരെ. എന്തായാലും വീണ്ടും ഓനൊരു കോർണറാണ്. പിർലോയാട്ടോ എടുക്കണേ. മാറ്റിയോ? കുറേ നേരം ലേറ്റ് ആയില്ലോ. ഇല്ല മാറ്റണില്ല. ഹെഡ് ചെയ്തേ. ഓക്കെ നൈസ് വൺ. കോസ്റ്റ് ചെക്കോട്ടെ. അവൻ ഫേക്ക് പാസ് നന്നായി ചെയ്യുന്നുണ്ട് കേട്ടോ. സ്വിച്ച് കളിക്കാൻ പോകുന്നുണ്ട്. ഓക്കെ ഒരു നെസ്റ്റ. ഓക്കെ നമ്മളെടുത്തിട്ടുണ്ട്. എംബാപ്പെ ത്രൂ തള്ളാം. റൂമി. അത് സ്പേസ് കിട്ടിയില്ലേക്ക്. ഓക്കെ മെസ്സി പോകുന്നുണ്ട്. എൻ്റെ മെസ്സിനെ പറ്റി കാര്യമില്ല, അത് റൂമീനെ പറയണ്ടുള്ളൂ. റൂമി അത് മോശം ത്രൂ ബോൾ വെച്ച്. എൻ്റെ കളിയാ ഭയങ്കര മോശമാണല്ലോ. ഗുവാഡിയോൾ ആൻഡ് നെസ്റ്റ. ലോഫ്റ്റഡ് ആണ് ഹെഡ് ചെയ്തേ. ഹെഡിയാണ്. ഓക്കെ നമ്മുടെ അടുത്ത് നഗോട്ടോമ. പാസ് ടു റൂമി ആൻഡ് ഇറ്റ്സ് മെസ്സി. പാസ് ടു റൂമി ആൻഡ് എംബാപ്പെ. ഓക്കെ പിർലോ. ഓക്കെ അടുപ്പിച്ച് നോക്കാം. ഓക്കെ പിർലോ. ഫസ്റ്റ് ഷോട്ടായിരുന്നു നമ്മുടെ ഈ കളിയത്തെ. എടാ സബ് ഇറക്കാം. സബ് വരട്ടെ ഇനി, അല്ലാണ്ട് ശരിയാവില്ല. ഒരു ഇമ്പാക്റ്റ് വരുന്നില്ല. ബെയിൽ വരട്ടെ. എട്ടോ ക്രോയിഫും ഇവനെ വരട്ടെ. പെലെ വരട്ടെ. ക്രോയിഫിനെ ഇറക്കാം നമുക്ക്. ഞാൻ ഡെക്കോനോടെ ഇറക്കാം. ലിങ്കപ്പിലെ ഡെക്കോനെ വിടക്കാം. അത് മതി. അവൻ്റെ നമുക്കിട്ടില്ല കേട്ടോ. കളി നല്ല രസമുണ്ട് അവൻ്റെ. നല്ല ഇൻ്റർസെപ്ഷൻസും. എൻ്റെ ക്വാളിറ്റി കുറവുണ്ട് പിന്നെ, അത് വേറെ കാര്യം കേട്ടോ. എനിക്ക് അത്ര ക്വാളിറ്റി ഇല്ല ഇപ്പോൾ കളിയിൽ. നിലവാരം പുലർത്തണില്ല. കൺസിസ്റ്റൻസി കുറഞ്ഞ് കിടക്കുക. അപ്പോൾ അതിൻ്റേതായ ക്വാളിറ്റി കുറയും. ഇത് കളിക്കണവർക്ക് നല്ല ക്വാളിറ്റി ഉണ്ടാവും. ഓക്കെ ഹെഡ് ക്ലിയർ ചെയ്തേ. നഗോട്ട്. ഓക്കെ നൈസ്. ബെയിൽ ഹെഡ് ചെയ്ത് കൊടുത്തേ. ഷെടാ അവിടെയും പിർലോ ആൻഡ് ക്രൂയിഫ്. ഓക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. വിയേര, തുറാം ആൻഡ് ഇറ്റ്സ് ക്രൂയിഫ്. ഈ ഞാൻ വെക്കാൻ ഉദ്ദേശിച്ച് ഡെക്കോ. ഓക്കെ പക്ഷെ പോയത് വിയേരയ്ക്കാണ്. ഓക്കെ ഡെക്കോ കൊടുത്തിട്ടുണ്ട്. ത്രൂ ബോൾ ടു ക്രൂയിഫ്. നൈസ് വൺ ആൻഡ് ഇറ്റ്സ് ഡെക്കോ ത്രൂ. അവൻ എന്നെ തകർത്ത് എറിഞ്ഞിട്ടുണ്ട്. അയ്യോ അളിയ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനായി. ഓക്കെ എടാ ക്രൂയിഫ് മാർസ്. ഓക്കെ നമ്മൾ ബ്ലോക്ക് ഇട്ട് ഭാഗ്യം. ക്രൂയിഫ് ത്രൂ ബോൾ ടു പെലെ ടു എറ്റോ ടു ബെയിൽ ടു ക്രൂയിഫ് കട്ട് ബാക്ക് ടു ബെയിൽ. എത്തിയില്ല. അങ്ങോട്ട് വെച്ചാൽ മതിയായിരുന്നല്ലോ ഫസ്റ്റ് ടൈം ത്രൂ ബോൾ. ഡിസിഷൻ മേക്കിംഗ് ഒന്നുകൂടി നന്നാക്കണം കേട്ടോ, അല്ലെ ശരിയാവില്ല. ഹെഡ് ചെയ്തേ. ഓക്കെ നൈസ്. ക്രൂയിഫ് പാസ് ടു വിയേര ആൻഡ് ബെയിൽ ത്രൂ ബോൾ ടു ക്രൂയിഫ് ടു ബെയിൽ. ടേൺ വരാം. എടാ പെനാൽറ്റി. ഓക്കെ കഴിച്ച് ഒരു പെനാൽറ്റി ഇട്ടിൻ്റെ കളിയുടെ ഒരു വഴിത്തിരിവ് ആവാൻ സാധ്യതയുള്ള ഒരു പെനാൽറ്റി തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. എന്തായാലും ഇത് ഗോൾ അടിച്ചൊരു കംബാക്ക് നടത്താൻ വെച്ച് നോക്കാം. ഓക്കെ സെറ്റാണ്. റൈറ്റിക്ക് പൊക്കി കൊടുക്കാം. കേറ് എടാ ഓടാ.
എന്തൊരു കഷ്ടാടാ അത്. എടാ നീ ഒരു എൻ്റെ പൊന്നെ തകർന്നു പോയല്ലോടാ ഞാൻ. ബെയിലെടുത്തേ. ഓക്കെ ക്രോയിഫ്. ബെയിൽ എത്തിയില്ല. എടാ എന്നാലും പെനാൾട്ടി ഗോളാക്കാറുന്നറ പൊട്ടാ നിനക്ക്. എന്തൊരു മണ്ടനാടാ ഞാൻ. എൻ്റെ അളിയ ക്രോയിഫ്. പാസ് ടു പെലെ ടു അത് ഇന്റർസെപ്ഷൻ. ഒന്നും പറയണ്ട അളിയ. മൂഞ്ചിയാടാ ഞാൻ. ഓക്കെ പെലെ 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 അടുപ്പിച്ച് നോക്കാം. പെലെ. അത് ജസ്റ്റ് മിസ്സിന് പോയി. പക്ഷേ സെക്കൻഡ് ഹാഫിൽ മൂവ്മെന്റ് വീണ്ടും എടുക്കേണ്ടി വരും. പക്ഷെ ആ പെനാൾട്ടി ഗോൾ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ നടന്നായിരുന്നു. അത് പക്ഷേ കഴിവില്ലാണ്ട് പോയി. അതിനും എന്താ പറയാലോ അല്ലാണ്ട്. പക്ഷെ എവിടെ നോക്കി അടി വരുന്നു. പീറ്റർ ചെക്ക് ഹെഡ് ചെയ്തേക്കോ. ഷേ ക്ലിയർ ചെയ്താൽ മതിയായിരുന്നു. പാസ് വെച്ച്. ഓക്കെ നമ്മളെടുത്തിട്ടുണ്ട് വിയേര. ഓക്കെ ഭാഗ്യം കഴിച്ചു. മിസ് പാസ് ചേച്ചി ക്രോയിഫാണ്. ക്രോയിഫ്. എടാ ക്രോയിഫിൻ്റെ ഡ്രിബിളിംഗ് ഒക്കെ എവിടെ ക്രോയിഫ് എടുത്തേ. ഓക്കെ ക്രോയിഫ് ത്രൂ ബോൾ ഫുൾ മിസ് പാസ്. നോ ഡിസിപ്ലിൻ. ഒരു തേങ്ങയില്ലാത്തൊരു കളി. അളിയ തല വെച്ചേ എൻ്റെ പൊന്നെ. അപ്പോൾ വധം കംപ്ലീറ്റ് ആയിട്ട് 3-0 നല്ലൊരു മോഞ്ച കളി. ഒരെണ്ണം തിരിച്ചടിക്കാൻ കിട്ടിയ അവസരം അത് പാഴാക്കി കളഞ്ഞു ഞാൻ. എന്താ ചെയ്യാല്. ഇമാതിരി ഒരു അലന്ന കളിയല്ല. ഓക്കെ ഏറ്റവും കട്ട് ബാക്ക് വെക്കാം. പെലെ കേള് കൊടുത്ത് നോക്കാം. പെലെ എടോ മഹാപാവി. ഓക്കെ ബെയിൽ. അയ്യേ ഹളിയ 3-0 വട്ടത്തിൽ തിരിഞ്ഞിട്ടൊക്കെ പൊട്ടിയിട്ടുണ്ട് ഞാൻ. ഒന്നും പറയണ്ട. ഓക്കെ സ്കോർ കാർഡ് എന്തായാലും വന്നിട്ട് 7 ഷോട്ട് 6 ടാർഗറ്റ്. എടാ ഒരു സ്ക്രീൻ ഐഷായി ശരിയല്ല. ഒന്നുകൂടെ എടുക്കാം. മതി. എടാ 7 ഷോട്ട് 6 4 ഷോട്ട് 2 ടാർഗറ്റ്. പോരാടാ കളി പോരാ. അവൻ്റെ അറിയാലോ നമുക്ക് റാങ്കിങ് 772 നല്ല കളിക്കാരനാ കേട്ടോ. ഇന്നെ പോലെയല്ല. റേറ്റിംഗ് സുരയാണ്. പിന്നെ അവൻ്റെ ഫോർവേഡ്സ് തന്നെ അടിപൊളി കളി. പക്ഷെ എന്തൊരു കഷ്ടല്ലേ മാൾഡീനി വന്നു. ഷേടാ നല്ലൊരു മാതിരി അഭിച്ച ഗെയിം പ്ലേ കേട്ടോ. ഹൈലൈറ്റ്സ് കാണിച്ചു തരാം. ഇതോൻ്റെ ഫസ്റ്റ് ഗോൾ കേട്ടോ. എൻ്റെ നഗോട്ടോമയുടെ നിന്ന് ഡയറക്റ്റ് അവൻ്റെ കാതിക്ക് പോയി. അവിടെ നിന്ന് ഡയറക്റ്റ് സുര അഡ്രിയാനോ സ്റ്റാൻഡ് ഡെലിവർ. അഡ്രിയാനോടെ കിക്കും പവറും അറിയാലോ. അമ്മാതിരി അടി അടിച്ച് ചങ്ങായി. ശലവലാതി കളിയടൻ്റെ എന്താലേ. ഷെടാ ഒന്നും പറയണ്ട. ഇത് രണ്ടാമത്തെ ഗോള് ക്രോയിഫിൻ്റെ. അത് സിമ്പിളായിട്ട് പോയിട്ട് ഒന്ന് കേളി ചെയ്ത് കൊടുത്തുള്ളൂ. സൂര്യയുടെ ഫിസിക്കൽ കളി അവിടെ ആൻഡ് സിമ്പിൾ ഗോളായി. ഫസ്റ്റ് കൂടെ. ഇത് സൂര്യയുടെ അടുത്ത ഗോള് അല്ല. ഇത് ഏതായിരുന്നു. ഇത് മോളിൽ കൂടെ പോയത് അല്ല. സേവാണോ. ഓക്കെ എന്നാലും അവൻ്റെ കളിയില്ലേ. എന്താ നമുക്ക് കളി കണ്ട് ഛർദ്ദിക്കാൻ വരുന്നുണ്ടാവില്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അല്ല ഓൻ്റെ കളി അടിപൊളി. ഇത് പെനാൾട്ടി മിസ്. എൻ്റെ പൊന്നെ ഇവൻ്റെ കളി കാണുന്നത് അങ്ങോട്ട് അടിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അറിയുണ്ടാവില്ല ചിലപ്പോൾ. പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കത്ര ഇതുള്ളൂ കഴിവുള്ളൂ. ഇത് ലാസ്റ്റത്തെ ഗോള് പാറ്റോൻ്റെ. അത് ഞാൻ ക്ലിയർ ചെയ്ത് വിചാരിച്ച വന്നിട്ട് ഓൻ അതും ക്ലിയർ ചെയ്തില്ല. മൂന്നാമത്തെ അടിച്ച് ഞാൻ വിഴുങ്ങി. തോൽവി വിഴുങ്ങി. എടാ ഭയങ്കര മോശം കളി. നിങ്ങൾ വിമർശിക്കണം എന്നാലേക്ക് ഒരു മോട്ടിവേഷൻ ആവുള്ളൂ. നിങ്ങൾ എന്ത് വേണമെങ്കിൽ കമൻറ്റിൽ പറയാം. തെറി ഒഴിച്ച്. ഓക്കെ കളിയുടെ പോരായ്മകളും. ഇത് ഗോളായിരുന്നില്ല. അത് ഒരു ആശ്വാസ ഗോൾ നേടിയായിരുന്നു ഞാൻ. അതും പോയി ലാസ്റ്റ്. എന്തായാലും ഗായ്സ് പൊട്ടി. വേറൊന്നും പ്രത്യേകിച്ച് പറയാനുള്ളത് പൂർവാധികം ശക്തിയോടെ ഞാൻ തിരിച്ചു വരും. അതിനു മേലെ ഇവിടെ ഇപ്പോൾ ഒന്നും പറയാനില്ല. ഓക്കെ തികച്ചും മോശം ഗെയിം പ്ലേ ആയിരുന്നു. ഭയങ്കര മോശം ഗെയിം പ്ലേ ആയിരുന്നു. അപ്പോൾ തിരിച്ചു വന്നേ പറ്റൂ. അപ്പോൾ തിരിച്ചു വരുമ്പോൾ കാണാം. അപ്പോൾ അതുവരേക്കും ബായ്.